ഹലോ, ഇന്ന് കുറച്ച് വീട്ടുകാര്യങ്ങൾ മാത്രമുള്ളൊരു കൊച്ചു വീഡിയോ കേട്ടോ. ഇങ്ങനെ കുറച്ച് നാളിന് ശേഷം പിന്നെയും ഒരു വീഡിയോ ആയിട്ട് പിന്നെയും വന്നതാണ് കേട്ടോ. ഇന്ന് രാവിലെ പുട്ടായിരുന്നു. പുട്ടിന് കുറച്ച് കുഴച്ചൊക്കെ വെച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി. കുറേ നാളിന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ. എന്തായാലും ഞാൻ വിചാരിച്ചു, നേരത്തെ 2-3 വീഡിയോസുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്ക് എൻ്റെ ഈ ശബ്ദം കേട്ടിട്ട് എനിക്ക് തന്നെ അങ്ങ് എന്തോ പോലെ തോന്നുന്നു. അപ്പോൾ പിന്നെ ഞാനതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്തു. പിന്നെ വിചാരിച്ചു വെറുതെ ഇരിക്കണ്ട, എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാം. അങ്ങനെ കുറച്ച് വീട്ടുകാര്യങ്ങളുമായിട്ട് പിന്നെ ഞാൻ വന്നത് കേട്ടോ. ഇപ്പം ചാനലിൽ ഷോർട്സ് ഇടുമ്പോഴൊക്കെ നല്ല ഇത് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാനത് കുറേ നാളിന് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ഇടുക. അപ്പം കാണുന്ന ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കുമല്ലോ. കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണേ. പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കുറച്ച് ചെറിയ ഒരു വീട്ടുകാര്യങ്ങളൊക്കെയാണ്. ഇന്ന് പിന്നെ പുട്ടിൻ്റെ കൂടെ കുറച്ച് പപ്പടം, അത് 3 ഉള്ളായിരുന്നു. അത് കീറി പിന്നെ ചീനിച്ചട്ടിയിലിട്ട് വറുത്ത്. അത്രയും കൂടിയ ഇതിൽ വന്നത് 3 ഉള്ളായിരുന്നു. പിന്നെ കുറച്ച് പയറുണ്ടായിരുന്നു, അത് തിരിഞ്ഞ് പുട്ടിൻ്റെ കൂടെ പയറും പപ്പടവും ആയിട്ട് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ലച്ചുവിനും കൊടുത്തു. അങ്ങനെ ഉച്ചക്കത്തേക്ക് ഞങ്ങൾ കുറച്ച് പച്ചക്കറിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങയ്ക്കയും ചക്കക്കുരു എല്ലാം കൂടെ ഒരു കറി പോലെ വെച്ചു. അപ്പോൾ ഇന്നലത്തെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു, അതും കൂട്ടി ഇന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിലോട്ടൊന്ന് പോകണം. അപ്പം കുറച്ച് സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടു സാധനങ്ങൾ. അപ്പോൾ അതിന് കുറച്ച് കടയിലോട്ട് ഇറങ്ങാൻ നേരത്തിൽ ലച്ചുവിന് എന്തൊക്കെയോ വേണമെന്ന് അവളെനിക്ക് പറഞ്ഞു തരും, അവൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന്. അങ്ങനെ കടയിൽ കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പൂജാക്കടയിലൊന്ന് കയറണമായിരുന്നു. അങ്ങനെ പൂജാക്കടയിൽ കയറി അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പം ചിരട്ടത്തവി വാങ്ങിച്ചു. ചിരട്ടത്തവിക്ക് ഇപ്പം 30 രൂപയുടെ ചിരട്ടത്തവിക്ക് 35 രൂപയായെന്നാണ് ആ ചേട്ടൻ ഇപ്പം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.